ഇന്നോവകൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന മലപ്പുറത്തെ ഒരു യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 24 മണിക്കൂർ ടെസ്റ്റ് ചെയ്യാനുള്ള ടൈം തരും അല്ലേ? അതെ. പകുതി പൈസ നമുക്ക് ഡെലിവറി കൊടുക്കുക, എന്നിട്ട് ഓല എവിടെ വെച്ചാൽ കൊണ്ട് സർട്ടിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം, ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ ക്യാഷ് തിരിച്ചു ഓല റീഫണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് ക്രിസ്റ്റന്റെ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവറാണ്, ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യലായിട്ട് ഓഫർ കൊടുക്കും അല്ലേ? ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കും. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് താഴ്ത്തി തന്നെയാണ് ഒരു വണ്ടി കൊടുക്കാറുള്ളത്. അത്യാവശ്യം നല്ല അടിപൊളി പുതിയ വണ്ടിയുടെ ഒരു ആംബിയൻസ് വണ്ടിയുടെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാപ്റ്റൻ സീറ്റ് ആണ് ഇത്. നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. ഓഫർ പ്രൈസിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള സ്പെഷ്യൽ. കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇന്നോവ ടയോട്ടന്റെ വണ്ടിക്ക്. അതാകുമ്പോൾ ടെൻഷൻ ഇല്ല കച്ചവടത്തിന്. അതാണ് ടെൻഷൻ ഇല്ല. അതർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടുക ഈ വിലക്ക്. ആ വിലക്ക് നമ്മളിവിടെ കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. അതർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടാത്ത വിലക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അരുൺ. അങ്ങനെ റെഡ് ബെല്ലിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. റെഡ് ബെല്ലിൽ എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഇന്നലത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതായത് ഇന്നോവ ചാകര. ഇന്നോവകൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന മലപ്പുറത്തെ ഒരു യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല നോയ്സ് ഉണ്ടാവും കേട്ടോ, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തു. ഇത് മലപ്പുറം മോങ് എന്ന് പറയും. മലപ്പുറം മോങ്ങമ്മ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഷോറൂം ഉള്ളത്. റെഡ് ബെല്ലിനാണ് ഈ ഷോറൂമിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇന്നോവ, ആദ്യത്തെ ഇന്നോവ. ഇത് 2015 വി ഓപ്ഷൻ ആണ്. ഓക്കെ, തേർഡ് ഓണർഷിപ്പ് ആണ്. ഇത് നമുക്കൊരു 10 ലക്ഷം രൂപ ആസ്ക് ചെയ്യേണ്ടി ഒരു 10-30 നമുക്ക് ഇത് കൊടുക്കാം. 10-30 ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ലേ? ഓക്കെ. ഇതിനകത്ത് ഇപ്പോ കമ്പനി കണ്ടീഷൻ തന്നെ ഈ അലോയി. അതെ, കമ്പനി അലോയി ആണ് വരുന്നത് ടൊയോട്ടയുടെ. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ സീറ്റ് കവറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു സെറ്റപ്പ് സീറ്റ് കവർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ സീറ്റ് കവർ ഞാൻ പറഞ്ഞ പോലെ മാറ്റിയിട്ടുണ്ട്. നല്ല തൈ സപ്പോർട്ടുള്ള ടൈപ്പ് സീറ്റ് കവർ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഇതൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റാണ്. നേരെ ബാക്കിലേക്ക് വരുമ്പോഴും ക്യാപ്റ്റൻ സീറ്റാണ്. സീറ്റൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അലോ വീലൊക്കെ ഉണ്ട്. നൈസ് വണ്ടി കേട്ടോ. യെസ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഇന്നോവയിലേക്ക് പോകാം. അടുത്ത ഇന്നോവ എന്ന് പറയുന്നത് ഇത് കേരളത്തിലേക്ക് മാറ്റിയ വണ്ടിയാണല്ലോ. അതായത് കേരളത്തിലേക്ക് മാറ്റിയതാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 960 ആണ്. ഒരു 940 ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം. 940 ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലേ? ഇതിലൊക്കെ കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്. നല്ല സീറ്റ് കവർ കാര്യങ്ങൾ ക്വാളിറ്റി ഉള്ള സീറ്റ്. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും വണ്ടി? ഇത് 170 ആണ് ഇതിലുള്ളത്. 170 ഉണ്ടാവും. മറ്റേ വണ്ടിയോ? അത് 140 ആണ്. 140 ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറയാം. ഏകദേശം 2-2.5 ലക്ഷം 2 ലക്ഷം രൂപ ഏകദേശം കണ്ടാൽ മതി. 2-2.5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസ് ചെയ്തിട്ട് വണ്ടി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നേരെ അടുത്ത ഇന്നോവയിലേക്ക് വരാം. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞോ. ഇത് 2016 മോഡലാണ്. ഇത് 10.25 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 10.25. ഇതിന് നല്ല വണ്ടി കണ്ടീഷനാണ്. വണ്ടി കമ്പനി കണ്ടീഷൻ തന്നെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. സീറ്റ് കവർ ഉണ്ട്. അടിപൊളിയായിട്ട് സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വേറെ ബ്രേക്ക് ലൈറ്റ്, ടൈം ലാമ്പ്, അതിനുള്ള സംഭവങ്ങൾ അതൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടാണ്. ഫാൻസിയാണ്. ഓക്കെ, ഫാൻസി ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ടൈൽ ലാമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വേഗം. ഇങ്ങനെ സൈഡിൽ കൂടി ഇടുന്ന വഴിയിൽ കൂടി പോകുമ്പോൾ ഇതിന്റെ ടൈൽ ലാമ്പ് ഒരു ഫാൻസി ടൈപ്പ്, നമ്മുടെ ഇന്നോവയുടെ ട്രെൻഡിങ് ആ ഒരു ടൈപ്പ് സാധനം ചെയ്തിട്ടുണ്ട്. ടൈൽ ലാമ്പ് സംഭവം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത ഇന്നോവയിലേക്ക് വന്നിരിക്കുകയാണ്. ഡീറ്റെയിൽസ് പറഞ്ഞോ. ഇത് 2015 G4. ഇത് 940 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഒരു 9.25 ലക്ഷം രൂപ കിട്ടിയാൽ നമുക്ക് ഇത് കൊടുക്കാം. 9.25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം. ഇത് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഇത് 250 ആണ് ഇതിലുള്ളത്. 250 ആണ് ഇതിനകത്ത് കിലോമീറ്ററിലുള്ള. കിലോമീറ്ററിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല, ഫ്രീ വണ്ടി ആയതുകൊണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 24 മണിക്കൂർ ടെസ്റ്റ് ചെയ്യാനുള്ള ടൈം തരും അല്ലേ? അതെ. പകുതി പൈസ നമുക്ക് ഡെലിവറി കൊടുക്കാം, എന്നിട്ട് ഓല എവിടെ വെച്ചാൽ കൊണ്ട് സർട്ടിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം, ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ ക്യാഷ് തിരിച്ചു ഓല റീഫണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ റിസ്ക് ഇല്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വണ്ടി ചെക്ക് ചെയ്യാന്നുള്ളതാണ്. പിന്നെ കിലോമീറ്ററിൻ്റെ കാര്യം റീവണ്ടി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്നാലും ടൊയോട്ടയുടെ വണ്ടിയല്ലേ, ടൊയോട്ടയുടെ വണ്ടി എത്ര 10 ലക്ഷം കിലോമീറ്റർ ഓടിയാലും നല്ല പുഷ്പം പോലെ ഓടിക്കൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് അതിനകത്തും വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഇന്നോവയിലേക്ക് വന്നിരിക്കുകയാണ്. 2014 വി ഓപ്ഷൻ ആണ്. ഓക്കെ, ഇത് 9 ലക്ഷം രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നുണ്ട്. ഒരു 8.25 ഇട്ടാൽ നമുക്ക് കൊടുക്കാം. 8.25 ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓട്ടം കറക്റ്റ് ആണ്. 140 ആണ്. 140 കറക്റ്റ് ഓട്ടം ആണ് അല്ലേ? ഓക്കെ. ഇതിനകത്ത് ഇപ്പോൾ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഓറഞ്ച് പോലത്തെ ഒരു ബ്രൗൺ പോലത്തെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. നേരെ നമ്മൾ അടുത്ത ഇന്നോവയിലേക്ക് വന്നിരിക്കുകയാണ്.
ഇത് 2016 G4 ആണ്. ഇത് ക്രിസ്റ്റന്റെ അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവറാണ്, ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 10-30 ആണ്. ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം. 10 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ആയിട്ട് ഓഫർ കൊടുക്കും അല്ലേ, ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കും. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് താഴ്ത്തി തന്നെയാണ് ഒരു വണ്ടി കൊടുക്കാറുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്റീരിയർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഇന്റീരിയർ ഞാൻ കാണിക്കാം. ഇത് ക്രിസ്റ്റയുടെ അലോയ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. നേരെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ സീറ്റ് കവർ, ടച്ച് സ്ക്രീൻ സിസ്റ്റം എല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി പുതിയ വണ്ടിയുടെ ഒരു ആംബിയൻസ് വണ്ടിയുടെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാപ്റ്റൻ സീറ്റാണ്. സീറ്റ് അതെല്ലാം നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, വേറെ എക്സ്ട്രാ എന്ന് പറയാനായിട്ട് ബാക്കിലൊക്കെ നോർമലി സാധാ തന്നെയാണ്. ഉണ്ടല്ലോ, അടിപൊളി കണ്ടീഷൻ തന്നെയാണ് കിടക്കുന്നത്. അടുത്ത ഇന്നോവ, വൈറ്റ് ഇന്നോവ പറഞ്ഞോ. ഇത് 2014 G4 ആണ്, 3rd ഓണർഷിപ്പ് ആണ്. ഇതൊരു 8.25 ലക്ഷം രൂപ നമ്മൾ ആസ്ക് ചെയ്യേണ്ടി 8 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാം. 8 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. ഒരു 6-6.5 ലക്ഷം രൂപ ലോണും കൊടുക്കാം. നമ്മളിപ്പോ കണ്ട എല്ലാ വണ്ടിക്കും ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. എല്ലാ വണ്ടിക്കും ഫിനാൻസ് കിട്ടുന്ന വണ്ടികളാണ്. പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ അലോയ് ചെയ്തിട്ടുണ്ട്. സീറ്റ് നല്ല സീറ്റ് കവർ ഉണ്ട്. അലോയ് ഒന്ന് കാണിച്ചു കൊടുത്തോ. ഒരു നൈസ് സ്പോർട്ടി ലുക്കുള്ള അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കിടുക്കൻ ഇന്നോവയാണ് ഈ കിടക്കുന്ന ഇന്നോവ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ഇവിടെ ഒരു ഇന്നോവ കിടപ്പുണ്ട്. GJ ഗുജറാത്ത് രജിസ്ട്രേഷനാണ് ഇപ്പൊ കിടക്കുന്നത് അല്ലേ? അതെ, ഇത് 2013 മോഡലാണ്. ഇത് 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. ഓഫർ പ്രൈസിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള സ്പെഷ്യൽ. ഇതൊരു ഫൈനൽ പ്രൈസ് ആയിട്ട് ഒരു 5.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാം. 70 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് KL ബോർഡ് ചെയ്തും കൊടുക്കാം അല്ലേ? ചെയ്തും കൊടുക്കാം. ഇതിന് ഫിനാൻസ് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഇത് ടൈം എടുക്കും. അഥവാ നമ്മൾ ആരുടെ പേരിലേക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരിലേക്ക് NOC എടുത്ത് കൊടുക്കാം. റെഡി ക്യാഷിലെ ഇതിപ്പോൾ നടക്കുള്ളൂ. 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം. അതെ, ഓഫർ പ്രൈസ് ആണ്. അവിടുന്ന് കിട്ടൂല ഈ പ്രൈസിന്. അതെ, ഈ പ്രൈസിന് അവിടുന്ന് കിട്ടൂല. ഇത് മരത്തിന്റെ അടി കിടക്കുന്ന കേട്ടോ. അത്യാവശ്യം എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി നീറ്റായിട്ട് തന്നെ കിടക്കുന്ന വണ്ടിയാണ്. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോഴും സീറ്റ്, സ്റ്റിയറിംഗ് കവറൊക്കെ ഇട്ട് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ നടന്നിരുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ കിടക്കുന്ന ഇന്നോവ എന്ന് പറയുന്നത്. കുറച്ച് ടച്ചിങ് ഒന്ന് ചെയ്യാണ്ട്. കുറച്ച് ടച്ചിങ്, അതായത് റോഡിൽ കൂടി ഓടുന്ന വണ്ടിയാകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യാനുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ നമുക്ക് ഒരു റിച്ചിലേക്കാണ് വരുന്നത്. KL 11 രജിസ്ട്രേഷൻ. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞോ. ഇത് 2015 മോഡലാണ്. 3rd ഓണർഷിപ്പ് ആണ്. ഇത് 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പെട്രോൾ വണ്ടിയാണ്. ഇത് നമുക്കൊരു 2.35 നമുക്ക് ഇത് ഫൈനൽ കൊടുക്കാം. 2.35 രൂപ ഉണ്ടെങ്കിൽ 2015 ഏകദേശം ഒരു 2 ലക്ഷം രൂപ ലോണും കയറ്റി കൊടുക്കാം. അതിൽ 35,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അവർക്ക് സുഖസുന്ദരമായിട്ട്. നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഒരു ഫുൾ ലോൺ കിട്ടുന്ന ഒരു റിച്ച് ഉണ്ടായിരുന്നു അല്ലേ? അത് പെട്രോൾ വണ്ടിയായിരുന്നു. അത് ഡീസൽ വണ്ടിയായിരുന്നു കേട്ടോ. അത് ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. ഓക്കെ, അതിനുള്ള ചീത്തോളി ചിലപ്പോൾ കേൾക്കും. അത് പെട്രോൾ വണ്ടിയാണെങ്കിൽ അത് ഡീസൽ വണ്ടിയാണെങ്കിൽ ഇത് പെട്രോൾ വണ്ടിയാണ് കേട്ടോ. അതിന് ഫുൾ ലോൺ ഉണ്ടായിരുന്നു. ഇതിന് 30-35-40 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഏകദേശം ലോൺ നമുക്ക് കൊടുക്കാം. ലോണായിട്ട് കൊടുക്കാം. ഈ ഇന്നോവയുടെ ഇടയിൽ ഇതുപോലെ കൊച്ചു വണ്ടികൾ ഒരു ടൈം പാസിന് വേണ്ടി എടുത്തിരുന്നത്. അത് നമ്മൾ എക്സ്ചേഞ്ചിന് വരുന്നതാണ്. ഏത് വണ്ടിയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇന്നോവ ടയോട്ടന്റെ വണ്ടിക്ക്. അതാകുമ്പോൾ ടെൻഷനില്ല കച്ചവടത്തിന്. അതാണ്, ടെൻഷനില്ല. അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അതെ, ഇന്നല്ലെങ്കിൽ നാളെ സ്വർണ്ണത്തിന്റെ ആയിരിക്കും അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അതെ. അപ്പൊ അടുത്ത ഇന്നോവയിലേക്ക് വന്നിരിക്കുകയാണ്. ഡീറ്റെയിൽസ് പറഞ്ഞോ. ഇത് 2016 G4 3rd ഓണർഷിപ്പ് ആണ്. 1.70 ഓട്ടം. വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. സീറ്റ് കവർ കാര്യങ്ങൾ, ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറൊക്കെ 90% എല്ലാ ടയറും ഉണ്ട്. 90% ടയർ ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടിയതായിരിക്കും വണ്ടി? ഇത് 1.70, 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്ന വില? ഇത് നമ്മളൊരു 10-40 ആസ്ക് ചെയ്യേണ്ടി 10.25 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കും. 10 ലക്ഷം ഉറുപ്പ്യ ഞങ്ങളെ ഓഫർ. നമ്മുടെ ഓഫർ 10 ലക്ഷം രൂപ 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. വണ്ടി കൊണ്ടുപോകട്ടെ. ഇതിന് ഫിനാൻസ് കിട്ടുമോ? 8-8.5 ലക്ഷം ഉറുപ്പ്യ ഡോക്യുമെന്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം കേട്ടോ. 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ ഇന്നോവ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ബാക്കി അടവടച്ചാൽ മതി അല്ലേ? അതെ. ഇനി നമ്മളൊരു പ്രീമിയം വണ്ടിയിലേക്ക് വരികയാണ്. ഓഡിയുടെ ഏതായത്
ഇത് A4 ഓഡിയുടെ A4 ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഈ അതർ കിടക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് കിട്ടുക ഈ വിലക്ക്. ആ വിലക്ക് നമ്മളിവിടെ കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. അതർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടാത്ത വിലക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതെ അതെ. ഓക്കെ, അപ്പോൾ ഇതിന്റെ റേറ്റ് കുറഞ്ഞു. ഇതിന് 7 ലക്ഷം റുപ്യക്ക് ഫിക്സ്ഡ് പ്രൈസ് ആയിട്ട് നമുക്ക് ഇത് കൊടുക്കാം. 7 ലക്ഷം രൂപ കേട്ടോ, ഫിക്സഡ് പ്രൈസ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ മാറ്റങ്ങൾ നിങ്ങളെ ആൾക്കാരല്ലേ നമ്മുടെ ആൾക്കാർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ കടുംപിടുത്തൊന്നും പിടിക്കുന്ന ആൾക്കാരല്ല ഇവര്. കച്ചവടമാണ്, കാര്യമില്ല. അതെ, അതെ. ഇന്നല്ലെങ്കിൽ ഇന്ന് കസ്റ്റമർ ഇന്റെ അടുത്തേക്ക് വന്ന് ഓല് തെറ്റി പോയിട്ട് വേറെ ഷോപ്പിലേക്കാണ് അവർ പോവുക. അതെ, അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് ഏത് ഇയർ ആയിരുന്നു? ഇത് 2014 ആണ്. 2014 മോഡൽ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഇത് 80,000 കിലോമീറ്റർ ഓട്ടം കറക്റ്റ് ആണ്. ഓട്ടം കറക്റ്റ് ആണ്. ഹിസ്റ്ററി ഉള്ള വണ്ടി. ഹിസ്റ്ററി ഉള്ള വണ്ടി. വേറെ അങ്ങനെ തട്ടുമുട്ടും പ്രശ്നങ്ങളോ മേജർ കേസുകളൊന്നും ഇല്ലാത്ത ഒരു സുന്ദര കുട്ടപ്പനാണ്. നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. ഫുൾ ഓപ്ഷൻ ഓടിയാണ്. നേരെ സീറ്റിലേക്ക് വരുമ്പോൾ കാലപ്പഴക്കത്തിൻ്റെതായ ചെറിയ അപ്പോൾസ്ട്രി ഇത് മാത്രം ഡാമേജ് ഒന്നും പറയാൻ പറ്റില്ല. ഇതുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇൻറ്റീരിയർ സൈഡൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഇറക്കാൻ നേരത്ത് ഒന്നും കൂടി ഒന്ന് ക്ലീനപ്പ് ഒക്കെ ആക്കുമല്ലോ, അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ പോലും ഉണ്ടാവില്ല. ബാക്ക് സൈഡ് ആണെങ്കിലും പോളിഷ് ചെയ്ത് കൊടുക്കും. പോളിഷ് ആണെങ്കിൽ പോളിഷും ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി നമുക്ക് നല്ല പുതിയ കണ്ടീഷനിൽ അല്ലേ ലുക്ക് ആക്കി കൊടുക്കും. അപ്പോൾ ഇത്രയും വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത്. ഏകദേശം ഇന്നലെ കാണിച്ച അത്രയും തന്നെ വണ്ടികൾ ഇന്ന് കാണിച്ചിട്ടെന്ന് വിചാരിക്കുന്നു. റെഡ് ബെല്ലിൽ ഇനിയും വണ്ടികളുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും ചെയ്യുന്നതായിരിക്കും. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എത്ര നേരം നല്ല വെയിലായിരുന്നു, ഇപ്പോൾ മഴ പെയ്യാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ബ്രോ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. മഴയ്ക്ക് മുമ്പ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.